കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്ന ചില പ്രോബ്ലംസ് ആണ് ഈ സെഗ്മെൻറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് പ്രോബ്ലംസ് നോക്കാം. See the Cauchy's integral formula. Let C be a simple closed contour and let f of z be analytic within and on C. If z0 is any point interior to C, then we have the formula f of z0 equal to 1 by 2 pi I times integral over C f of z by z minus z0 dz, or equivalently integral f of z by z minus z0 dz equal to 2 pi I times f of z0. Okay. ഇപ്പോൾ കോഷ്യസ് ഇൻ്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്യാൻ നമുക്ക് അറിയേണ്ടത് ഈ ടൈപ്പിലുള്ള ഇൻ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കോഷ്യസ് ഇൻ്റഗ്രൽ ഫോർമുല ഉപയോഗിക്കാം. ഇൻ്റഗ്രലിനെ നമുക്കൊന്ന് അടുത്തറിയാം. ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്? ഇവിടെ ഇൻ്റഗ്രൻ്റ് ആയിട്ട് വരുന്നത് ഒരു റേഷ്യോ ആണ്, ഒരു കോഷ്യൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ന്യൂമറേറ്റർ എഫ് ഓഫ് സെഡ് ഈസ് അനലിറ്റിക്. ഇവിടെ കോണ്ടൂർ ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ. ആ കോണ്ടൂറിലും കോണ്ടൂറിൻ്റെ ഉൾവശത്തും ഫംഗ്ഷൻ അനലിറ്റിക് ആയിരിക്കണം. അതായത് ഇൻ്റഗ്രൻ്റ് ഫംഗ്ഷൻ്റെ ന്യൂമറേറ്റർ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് അത് സിയിലും സിയുടെ ഉൾവശത്തും അനലിറ്റിക് ആയിരിക്കണം. ദാറ്റ് ഈസ് എ ഫസ്റ്റ് റിക്വയർമെൻറ്റ്. ആൻഡ് ദ ഡിനോമിനേറ്റർ മസ്റ്റ് ബി ഓഫ് ദിസ് ടൈപ്പ് സെഡ് മൈനസ് സെഡ് നോട്ട്. ഇങ്ങനെ ഒരു ലീനിയർ ടൈപ്പിലുള്ള എക്സ്പ്രഷൻ ആയിരിക്കണം. ആൻഡ് തേർഡ്ലി ദിസ് പോയിൻറ്റ് സെഡ് നോട്ട് മസ്റ്റ് ബി എ പോയിൻറ്റ് ഇൻസൈഡ് ഓഫ് സി. സിയുടെ ഉള്ളിലുള്ള ഒരു പോയിൻ്റ് ആയിരിക്കണം. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഒന്ന്, സി സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ആയിരിക്കണം. രണ്ടാമത്തേത്, ന്യൂമറേറ്റർ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ആ സിയിലും സിയുടെ ഉൾവശത്തും അനലിറ്റിക് ആയിരിക്കണം. തേർഡ്ലി ദ പോയിൻറ്റ് ഇൻ ദ ഡിനോമിനേറ്റർ സെഡ് മൈനസ് സെഡ് നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെഡ് നോട്ട്, അതായത് ഡിനോമിനേറ്റർ ഒരു ലീനിയർ ഫാക്ടർ ആയിരിക്കണം. ആ ലീനിയർ ഫാക്ടർ 0 ആകുന്ന പോയിൻ്റാണ് സെഡ് നോട്ട് എന്ന് പറയുന്നത് കേട്ടോ. ആ സെഡ് നോട്ട് എവിടെ ഉണ്ടാവണം? സിയുടെ ഉൾവശത്തുണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റേഷ്യോ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ സിയുടെ ഉള്ളിൽ അനലിറ്റിസിറ്റി ബ്രേക്കപ്പ് ആവും. എവിടെ ബ്രേക്കപ്പ് ആവും? സെഡ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ ഈ റേഷ്യോയ്ക്ക് അനലിറ്റിസിറ്റി ബ്രേക്കപ്പ് ആവും. ഓക്കെ. പക്ഷേ ന്യൂമറേറ്റർ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. പക്ഷേ ഈ റേഷ്യോ ഒരു ഫംഗ്ഷനായിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇൻ്റഗ്രൻ്റ് ഫംഗ്ഷന് സെഡ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ അതിൻ്റെ അനലിറ്റിസിറ്റി ഇല്ലാതെയാവും. അപ്പോൾ അതിൻ്റെ വാല്യൂ ആ സമയത്താണ് 2 pi ടൈംസ് എഫ് ഓഫ് സെഡ് നോട്ട് വരുന്നത്. ഇനി നോക്കൂ, ഈ സെഡ് നോട്ട് നമ്മുടെ സിയുടെ ഉള്ളിലില്ല, സിയുടെ പുറത്താണ് കിടക്കുന്നതെങ്കിലോ? അപ്പോൾ കോഷ്യസ് തിയറം അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ വാല്യൂ 0 ആണെന്ന് പറയാം. കാരണം എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് എന്ന് പറയുന്ന ഈ റേഷ്യോ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അനലിറ്റിക് ആണെങ്കിൽ ഒരു കുഴപ്പമില്ലല്ലോ. ഇതിൻ്റെ അനലിറ്റിസിറ്റി ബ്രേക്കപ്പ് ആവുന്ന ഒരേ ഒരു പോയിന്റ് സെഡ് നോട്ടാണ്. ആ സെഡ് നോട്ട് നമ്മുടെ കോണ്ടൂറിൻ്റെ ഉൾവശത്തോ ഇല്ലെങ്കിൽ കോണ്ടൂറിൻ്റെ പുറത്താണെങ്കിൽ ആ കോണ്ടൂറിൻ്റെ ഉള്ളിൽ ഈ റേഷ്യോ എന്തായിട്ട് മാറും? അനലിറ്റിക് ആയിട്ട് മാറും. അനലിറ്റിക് ഫംഗ്ഷന് ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറിലൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ 0 ആണെന്നുള്ളത് കോഷ്യസ് തിയറം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ സെഡ് നോട്ട് സിയുടെ ഇൻറ്റീരിയർ പോയിൻ്റ് ആവുക എന്നുള്ളത് ഒരു റിക്വയർമെൻ്റ് ആണ് ഈ വാല്യൂ കിട്ടാൻ വേണ്ടി. ഓക്കെ. ഇനി കോഷ്യസ് ഇൻ്റഗ്രൽ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പ്രോബ്ലംസ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. സി ദ ഫസ്റ്റ് പ്രോബ്ലം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ of z square minus 4z plus 4 divided by z plus I over C. What is this C? C is the circle mod z equal to 2. Mod z equal to 2 എന്ന് പറയുന്നത് സർക്കിളാണ്. സെൻറ്റർ 0യും റേഡിയസ് 2 ആയിട്ടുള്ള സർക്കിളാണ് mod z equal to 2. ഓക്കെ. അത് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറാണ്, നമുക്കറിയാം. ഓക്കെ. ഇവിടെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ നോക്കൂ, റേഷ്യോ ആയിട്ടാണ് വരുന്നത്. ന്യൂമറേറ്റർ ഫംഗ്ഷൻ, ഡിനോമിനേറ്റർ ഫംഗ്ഷൻ നോക്കൂ, സെഡ് പ്ലസ് ഐ ഒരു സെഡ് മൈനസ് സെഡ് നോട്ട് എന്നുള്ള ഫോമിലാണ്. സെഡ് നോട്ടിൻ്റെ പൊസിഷനിൽ നെഗറ്റീവ് ഐ ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ന്യൂമറേറ്റർ ഫംഗ്ഷൻ ഒരു പോളിനോമിയലാണ് അല്ലേ, സെഡ് സ്ക്വയർ മൈനസ് 4z പ്ലസ് 4. അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് എഫ് ഓഫ് സെഡ് എന്ന് പേര് കൊടുക്കാം. പോളിനോമിയൽ ആയതുകൊണ്ട് തന്നെ അത് എല്ലായിടത്തും അനലിറ്റിക് ആണ്. എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിനിൽ അത് അനലിറ്റിക് ഫംഗ്ഷനാണ് പോളിനോമിയൽ. ഇൻ പെർട്ടിക്കുലർ നമ്മുടെ സിക്കകത്തും സിയിലും അത് അനലിറ്റിക് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ കോഷ്യസ് ഇൻ്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്യാനുള്ള എല്ലാ റിക്വയർമെൻറ്റും ഇവിടെ റെഡിയാണ്. ഓക്കെ. ന്യൂമറേറ്റർ സി എന്ന് പറയുന്നത് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറാണ്. ആ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറിലും അതിൻ്റെ ഉൾവശത്തും ന്യൂമറേറ്റർ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. ഡിനോമിനേറ്റർ ഈസ് ഓഫ് ദി ഫോം സെഡ് മൈനസ് സെഡ് നോട്ട് വിത്ത് സെഡ് നോട്ട് ഈക്വൽ ടു നെഗറ്റീവ് ഐ. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഈ നെഗറ്റീവ് ഐ അഥവാ സെഡ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ് സിയുടെ ഉൾവശത്ത് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യണം. അതെങ്ങനെ ചെക്ക് ചെയ്യും? ഈ സി എന്ന് പറയുന്നത് സർക്കിളാണല്ലോ. സർക്കിൾ എന്ന് പറയുന്നത് മോഡ് സെഡ് ഈക്വൽ ടു 2, റേഡിയസ് 2 ആയിട്ടുള്ള സർക്കിളാണ്. അപ്പോൾ ഈ സർക്കിളിൻ്റെ ഉൾവശത്തുള്ള പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ
അതിൻ്റെ മോഡുലസ്, അതായത് സീറോയിൽ നിന്ന് അതിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിൻ്റെ റേഡിയസിനേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ മോഡ് സെഡ് അല്ലെങ്കിൽ മോഡ് സെഡ് നോട്ട് ലെസ് ദാൻ 2 ആണെങ്കിൽ നമുക്കെന്ത് പറയാം? സെഡ് നോട്ട് സർക്കിളിൻ്റെ ഉള്ളിലാണെന്ന് പറയാം. മോഡ് സെഡ് നോട്ട് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ അത് സർക്കിളിൻ്റെ പുറത്താണെന്ന് പറയാം. അപ്പോൾ ഇവിടെ നെഗറ്റീവ് എന്ന് പറയുന്ന പോയിൻ്റ് ഈ സർക്കിളിൽ ഉണ്ടോ, സർക്കിളിൻ്റെ ഉൾവശത്താണോ ഉള്ളത്, പുറത്താണോ ഉള്ളത് എന്നറിയാൻ എന്ത് ചെയ്താൽ മതിയാകും? അത് ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അഥവാ സെഡ് നോട്ടിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കാം. മോഡുലസ് ഓഫ് നെഗറ്റീവ് 1 ആണ്. അത് റേഡിയസിനേക്കാളും ചെറുതാണെങ്കിൽ ആ പോയിൻ്റ് സർക്കിളിൻ്റെ ഉള്ളിലാണ്, അതർവൈസ് ഇറ്റ് ഈസ് ഔട്ട്സൈഡ്. ഓക്കെ, ഈക്വൽ ടു ആണെങ്കിൽ സർക്കിളിലെ പോയിൻ്റാണ്. ഇവിടെ നോക്കൂ, 1 ആണ് നമ്മുടെ മോഡുലസ് വരുന്നത് സെഡ് നോട്ടിൻ്റെ, ദാറ്റ് ഈസ് ലെസ് ദാൻ 2. ഓക്കെ, അതിൻ്റെ ഇൻഡിക്കേഷൻ എന്താണ്? ഈ സെഡ് നോട്ട് എന്ന് പറയുന്ന പോയിൻ്റ് ലൈസ് ഇൻസൈഡ് ഓഫ് സി. അപ്പോൾ കോഷ്യസ് ഇൻ്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്യാനുള്ള എല്ലാ കണ്ടീഷൻസും ഓക്കെ ആയിട്ടുണ്ട്. സി സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ആണ്, ന്യൂമറേറ്റർ ഫംഗ്ഷൻ അനലിറ്റിക് ആണ് വിത്തിൻ ആൻഡ് ഓൺ സി, ആൻഡ് ദ ഡിനോമിനേറ്റർ സെഡ് മൈനസ് സെഡ് നോട്ടിൽ സെഡ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ് സിക്കകത്താണ്. സോ ബൈ കോഷ്യസ് ഇൻ്റഗ്രൽ ഫോർമുല വാല്യൂ ഓഫ് ദിസ് കോണ്ടൂർ ഇൻ്റഗ്രൽ വിൽ ബി ഈക്വൽ ടു 2πi ടൈംസ് വാല്യൂ ഓഫ് ദ ന്യൂമറേറ്റർ ഫംഗ്ഷൻ അറ്റ് ദ പോയിന്റ് നെഗറ്റീവ് ആയി. ഓക്കെ, അപ്പോൾ ഈ നെഗറ്റീവ് ആയി എന്ന് പറയുന്നത് ഈ പോളിനോമിയൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 2πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ ഫൈനൽ വാല്യൂ ആസ് എന്താണ് കിട്ടുന്നത് നോക്കൂ. സിംപ്ലിഫിക്കേഷൻ, ആഫ്റ്റർ സിംപ്ലിഫിക്കേഷൻ വിൽ ഗെറ്റ് ദിസ് വാല്യൂ 2π ഇൻറ്റു 3i മൈനസ് 4. ഓക്കെ, നെഗറ്റീവായി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്തെടുക്കാം. 2πi കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിന് i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 3 + 4i എന്ന് പറയുന്നത് i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കൂ, i ഇൻറ്റു 3 3i, i ഇൻറ്റു 4i മൈനസ് 4. അപ്പോൾ ഫൈനൽ വാല്യൂ 2π ഇൻറ്റു 3i മൈനസ് 4 എന്ന് വരും. ഓക്കെ, നൗ നെക്സ്റ്റ് പ്രോബ്ലം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ over c of z by z square plus 9 dz where c is the circle mod z minus 2i equal to 4. ഇവിടെയും c സർക്കിളാണ്, പക്ഷേ സർക്കിളിൻ്റെ സെൻറ്റർ മാറിയിട്ടുണ്ട്. സെൻറ്റർ 2i ആണല്ലേ. ഓക്കെ, 2i എന്ന് പറയുമ്പോൾ ഇപ്പോൾ സെൻറ്റർ 2iയും റേഡിയസ് 4ഉമായിട്ടുള്ള സർക്കിളാണ് ഇവിടെ c എന്ന് പറയുന്നത്. അപ്പോൾ കോണ്ടൂർ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറാണ്. ഇൻ്റഗ്രൻ്റ് കിടക്കുന്നത് ഒരു റേഷ്യോ ആയിട്ടാണ്. ന്യൂമറേറ്റർ z എന്ന് പറയുന്ന ഫംഗ്ഷനാണ്, അത് എല്ലായിടത്തും അനലിറ്റിക്കാണ്. പക്ഷേ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഒരു ലീനിയർ എക്സ്പ്രഷൻ അല്ല ഇവിടെ. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഈ z² + 9 എന്ന് പറയുന്ന ഡിനോമിനേറ്റർ ഫംഗ്ഷനെ ലീനിയർ ആക്കിയിട്ടുള്ള എക്സ്പ്രഷനിലേക്ക് മാറ്റണം. അപ്പോഴേ കോഷ്യസ് ഇൻ്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഡിനോമിനേറ്ററിൽ z മൈനസ് z നോട്ട് എന്നുള്ള ഫോമിലേക്ക് അതിനെ മാറ്റണം. അപ്പോൾ അതിനുവേണ്ടി നമുക്കിതിനെ ഫാക്ടറൈസ് ചെയ്യാമല്ലോ. z² + 9നെ z + 3i ഇൻറ്റു z മൈനസ് 3i എന്നുള്ള ഫാക്ടറൈസേഷൻ കൊടുക്കാം. കാരണം നമുക്കറിയാം a² + b² എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫാക്ടറൈസേഷൻ a + ib ഇൻറ്റു a മൈനസ് ib ആണ്. ഓക്കെ, സോ ദാറ്റ് z² + 9 വിൽ ബി ഈക്വൽ ടു z + 3i ഇൻറ്റു z മൈനസ് 3i. അപ്പോൾ ഡിനോമിനേറ്റർ നമുക്കിപ്പോൾ ലീനിയർ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ റേഷ്യോ ഡിനോമിനേറ്റർ 0 ആകുന്ന പോയിൻറ്റുകളിലാണ് ഈ റേഷ്യോ ഫംഗ്ഷൻ അനലിറ്റിസിറ്റി ബ്രേക്കപ്പ് ആവുന്നത്. ഓക്കെ, അതായത് ഏതൊക്കെ പോയിൻറ്റിലാണ്? 3i ആൻഡ് നെഗറ്റീവ് 3i അല്ലേ. z + 3i 0 വരുന്നത് നെഗറ്റീവ് 3iയിലും z മൈനസ് 3i 0 വരുന്നത് 3iയിലും. ഈ രണ്ട് പോയിൻറ്റിൽ ഈ റേഷ്യോ ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാതെയാകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നോക്കേണ്ടത് ഈ രണ്ട് പോയിൻറ്റുകളിൽ ഏതൊക്കെ പോയിൻ്റാണ് സിയുടെ ഉൾവശത്ത് വരുന്നത് എന്നുള്ളതാണ്. അതിനെന്താ ചെയ്യേണ്ടത്? അതിന് 3i നെഗറ്റീവ് 3i എന്നുള്ള ഈ പോയിൻറ്റുകൾ നമ്മുടെ ഈ സർക്കിളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കണം. ആ സർക്കിളിൻ്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ആദ്യം z = 3i എന്ന് പറയുന്ന പോയിൻ്റ് എടുത്തു. അത് mod z minus 2i = 4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇടതുവശത്ത് mod z minus 2iയിലെ z പകരം 3i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 3i minus 2i i എന്ന് വരും. iയുടെ മോഡുലസ് 1 ആണ്. 1 is less than 4 എന്ന് പറയുമ്പോൾ 3i എന്ന് പറയുന്ന പോയിൻ്റ് ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ നോക്കൂ. mod z minus 2i = 4 ആകുമ്പോൾ അത് സർക്കിളായി. ലെസ് ദാൻ 4 ആയി വന്നു കഴിഞ്ഞാൽ സർക്കിളിൻ്റെ ഇൻറ്റീരിയറായി. സോ 3i എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മോഡുലസ് 1 ആണ്, വിച്ച് ഇസ് ലെസ് ദാൻ 4. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ പോയിൻ്റ് 3i ലൈസ് ഇൻസൈഡ് ഓഫ് ദി സർക്കിൾ സി. ഓക്കെ, ഇനി മൈനസ് 3i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴോ വി വിൽ ഗെറ്റ് ദ മോഡുലസ് വാല്യൂ ആസ് 5 വിച്ച് ഇസ് ബിഗർ ദാൻ 4 മീൻസ് z = നെഗറ്റീവ് 3i ലൈസ് ഔട്ട്സൈഡ് ഓഫ് ദ സർക്കിൾ mod z minus 2i = 4. അപ്പോൾ ഇതിൽ നമ്മുടെ കോഷ്യസ് ഇൻ്റഗ്രൽ ഫോർമുലയിൽ ഉള്ള എക്സ്പ്രഷൻ z മൈനസ് z നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് z + 3i ആണ് വരിക അല്ലേ. സോറി, z മൈനസ് 3i. കാരണം മൈനസ് 3i എന്ന് പറയുന്നത് സിയുടെ പുറത്താണ്. അപ്പോൾ നമുക്കത് പ്രശ്നമല്ല, അത് ഇതിൻ്റെ കൂടെ തന്നെ നിർത്താം. ന്യൂമറേറ്ററിൻ്റെ ഭാഗമായിട്ട് അതിനെ കണ്ടാൽ മതിയാകും. ഡിനോമിനേറ്ററിൽ ഏത് മാത്രം നിർത്തിയാൽ മതി? z മൈനസ് 3i എന്ന് നിർത്തിയാൽ മതി. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാമല്ലോ, z by z + 3i. ഓക്കെ,
ഡിവൈഡഡ് ബൈ z മൈനസ് 3i എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഈ ഡിനോമിനേറ്റർ ഏത് ഫോമിലായി z മൈനസ് z നോട്ട് എന്നുള്ള ഫോമിലായി. അതിൽ z നോട്ട് എന്ന് പറയുന്ന ഈ 3i എന്ന് പറയുന്ന പോയിന്റ് സിയുടെ ഉൾവശത്താവുകയും ചെയ്തു. ഇവിടെ ന്യൂമറേറ്റർ ഫംഗ്ഷൻ z ബൈ z പ്ലസ് 3i എന്ന് പറയുന്നത് സിയിലും സിയുടെ ഉൾവശത്തും അനലിറ്റിക് ആണ് താനും. കാരണം അത് അനലിറ്റിക് അല്ലാത്ത പോയിന്റ് ഏത് മാത്രമാണ്? മൈനസ് 3i ആണ്. ആ മൈനസ് 3i സിയുടെ ഉള്ളിലില്ല. അതുകൊണ്ട് തന്നെ z ബൈ z പ്ലസ് 3i എന്ന് പറയുന്ന ഈ റേഷ്യോ ഫംഗ്ഷൻ സിയിലും സിയുടെ ഉൾവശത്തും അനലിറ്റിക് ആണ്. ന്യൂമറേറ്റർ ഓക്കെ ആൻഡ് ഡിനോമിനേറ്റർ z മൈനസ് z നോട്ട് എന്നുള്ള ഫോമിലായിട്ടുമുണ്ട്. ഇനി നമുക്ക് കോഷ്യസ് ഇൻ്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്യാം. ഓക്കെ, നൗ ലുക്ക് അറ്റ് ദി എക്സ്പ്രഷൻ. Rewriting the integrand function z by z square plus 9 as this. Okay, now comparing with this form, f of z by z minus z naught എന്നുള്ള ഫോമിലാണ്. So what is f of z? Numerator function z by z plus 3i and denominator z minus z naught, so that z naught will be 3i. Okay, so this numerator function is analytic within and on C by Cauchy's integral formula. Value of this contour integral will be equal to, ഈ കോണ്ടൂർ ഇൻ്റഗ്രലിനെ ഈ ഇൻ്റഗ്രൻറ്റിനെ നമ്മൾ ഇങ്ങനെ റീറൈറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ന്യൂമറേറ്റർ ഫംഗ്ഷൻ z ബൈ z പ്ലസ് 3i ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോണ്ടൂർ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് 2πi ടൈംസ് വാല്യൂ ഓഫ് ദ ന്യൂമറേറ്റർ ഫംഗ്ഷൻ അറ്റ് ദ പോയിന്റ് z ഈക്വൽ ടു 3i. ഓക്കെ, that is 2πi into ഇവിടെ 3i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 3i by 3i plus 3i, that is 6i. 3i by 6i നമുക്ക് i ക്യാൻസൽ ചെയ്ത് കളയാം. 3 by 6 എന്ന് പറയുമ്പോൾ 1 by 2, again 2 ക്യാൻസൽ ചെയ്യാം. So the final answer will be pi I. Okay, now next problem. Integrate z square minus 1 by z square plus 1 in the contour clockwise sense around the circle mod z equal to half, mod z minus I equal to 1, mod z equal to 2. ഓക്കെ, ഇവിടെ ഒരു കാര്യം കൂടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ക്ലോക്ക് വൈസ് ആൻഡ് കൗണ്ടർ ക്ലോക്ക് വൈസ് സെൻസ്. ഇവിടെ ഡയറക്ഷൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കോഷ്യസ് ഇൻ്റഗ്രൽ ഫോർമുലയിൽ അല്ലെങ്കിൽ കോണ്ടൂർ ഇൻ്റഗ്രേഷൻ എല്ലായ്പ്പോഴും നമ്മളൊരു ഡയറക്ഷനും കൂടെ ഇൻബിൽട്ടായിട്ട് പറയുന്നുണ്ട്. അത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളെല്ലാം ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് സെൻസിലാണ് എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ പോസിറ്റീവ് സെൻസ്. അപ്പോൾ ഇവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഏത് സെൻസിൽ തന്നെയാണ് ചെയ്യുക? ഈ കൗണ്ടർ ക്ലോക്ക് വൈസ് സെൻസിൽ തന്നെയാണ് എല്ലാ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, എനിവേ ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ z സ്ക്വയർ മൈനസ് 1 ബൈ z സ്ക്വയർ പ്ലസ് 1 എന്നാണ്. അതൊരു റേഷ്യോ ഫംഗ്ഷനാണ്. പക്ഷേ ഡിനോമിനേറ്റർ ലീനിയർ ഫാക്ടേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല. അതൊരു ക്വാഡ്രാറ്റിക് ഫാക്ടറാണ്. അപ്പോൾ ആദ്യം അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. സോ എ പ്ലസ് ഐ ബിൻ്റെ എ മൈനസ് ബി ഫോം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ z സ്ക്വയർ പ്ലസ് 1നെ z പ്ലസ് ഐ ഇൻറ്റു z മൈനസ് ഐ എന്ന് നമുക്ക് പൊട്ടിച്ചെഴുതാം. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ റേഷ്യോ അനലിറ്റിക് അല്ലാതെ വരുന്നത് എവിടെയാണ്? ഡിനോമിനേറ്റർ 0 ആകുന്ന പോയിന്റുകളിലാണ്. ഡിനോമിനേറ്റർ 0 ആകുന്ന പോയിന്റ് എന്ന് പറയുന്നത് z പ്ലസ് ഐ 0 വരുന്നത് നെഗറ്റീവ് ഐയിൽ, z മൈനസ് ഐ 0 വരുന്നതിൽ പോസിറ്റീവ് ഐയിൽ. സോ ദിസ് റേഷ്യോ ഫംഗ്ഷൻ ഈസ് നോട്ട് അനലിറ്റിക് അറ്റ് z ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ. ഇനി നമുക്ക് ഈ പ്ലസ് ഓർ മൈനസ് ഐയിൽ ഏതൊക്കെ പോയിന്റുകളാണ് നമ്മൾ തന്നിരിക്കുന്ന ഈ കോണ്ടൂറിൻ്റെ ഉള്ളിലുള്ളത് എന്നാണ് നമുക്ക് ഇനി ഡിറ്റർമിൻ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ കോണ്ടൂർ നമുക്ക് എടുക്കാം. ആദ്യത്തേത് സർക്കിൾ മോഡ് z ഈക്വൽ ടു ഹാഫ്, അതായത് സെൻറ്റർ 0യും റേഡിയസ് ഹാഫും ആയിട്ടുള്ള സർക്കിളാണ്. ഇനി ഇതിനകത്ത് നമ്മുടെ ഐയും നെഗറ്റീവ് ഐയും വരുന്നുണ്ടോ നോക്കാം. അതിന് എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് കമ്പ്യൂട്ട് ചെയ്യുക, അത് 1/2 ആയിട്ട് കമ്പയർ ചെയ്യുക. എക്സാക്ട്ലി 1/2 ആണ് വരുന്നതെങ്കിൽ സർക്കിളിലെ പോയിൻ്റാണ്. 1/2നേക്കാളും ചെറുതാണ് വരുന്നതെങ്കിൽ ഈ സർക്കിളിൻ്റെ ഉള്ളിലുള്ള പോയിൻ്റാണ്. 1/2നേക്കാളും ബിഗർ ആണെങ്കിൽ സർക്കിളിൻ്റെ പുറത്തുള്ള പോയിൻ്റാണ്. അപ്പോൾ ഇവിടെ ഐ ആണ്, ഐയും നെഗറ്റീവ് ഐയും ആണല്ലോ വരുന്നത്. രണ്ടിൻ്റെയും മോഡുലസ് വാല്യൂ 1 ആണ്. ആ 1 എന്ന് പറയുന്നത് 1/2നേക്കാളും ബിഗർ ആണ്. ദാറ്റ് മീൻസ് ബോത്ത് പോയിൻറ്റ്സ് പ്ലസ് ഐ ആൻഡ് നെഗറ്റീവ് ഐ ആർ ഔട്ട്സൈഡ് ഓഫ് സിയുടെ പുറത്താണ് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ z സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്ന ഡിനോമിനേറ്റർ 0 ആകുന്ന ഒരു പോയിൻ്റ് നമ്മുടെ കോണ്ടൂറിൻ്റെ ഉൾവശത്തോ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? z സ്ക്വയർ മൈനസ് 1 ബൈ z സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്ന നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഈ ഫംഗ്ഷൻ കോണ്ടൂറിൻ്റെ ഉൾവശത്തും അനലിറ്റിക് ആണ്. ഓക്കെ, സോ z സ്ക്വയർ മൈനസ് 1 ബൈ z സ്ക്വയർ പ്ലസ് 1 ഈസ് അനലിറ്റിക് വിത്തിൻ ആൻഡ് ഓൺ C mod z ഈക്വൽ ടു ഹാഫ്. സോ ദാറ്റ് ഇൻ്റഗ്രൽ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ഓവർ ദ കോണ്ടൂർ C വിൽ ബി ഈക്വൽ ടു 0. ദിസ് ഇസ് ബൈ കോഷി-ഗുർസ തിയറം. ഓക്കെ, അപ്പോൾ കോഷി-ഗുർസ തിയറം അനുസരിച്ച് ഈ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ ഓവർ ദിസ് കോണ്ടൂർ വിൽ ബി 0. ഇനി നമുക്ക് അടുത്ത കോണ്ടൂർ നോക്കാം. മോഡ് z മൈനസ് ഐ ഈക്വൽ ടു 1. മോഡ് z മൈനസ് ഐ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ സെൻറ്റർ ഐ ആണ്, റേഡിയസ് 1 ആണ്.
സി അപ്പോൾ ഇതിലെ പ്ലസ് ഓർ മൈനസ് ഐയിലെ ഏതൊക്കെ പോയിൻ്റാണ് ഈ കോണ്ടൂറിൻ്റെ ഉള്ളിൽ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഐ എന്ന് പറയുന്ന പോയിൻ്റ് എടുക്കാം. നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. മോഡ് ഐ മൈനസ് ഐ ദാറ്റ് ഇസ് 0 1നേക്കാളും ചെറുതാണ്. അതിൻ്റെ അർത്ഥം ഐ എന്ന് പറയുന്ന പോയിൻ്റ് ഈ സർക്കിളിൻ്റെ ഉൾവശത്താണ്. സോ സെഡ് ഈക്വൽ ടു ഐ ലൈസ് ഇൻറ്റീരിയർ ഓഫ് സി. ഇനി അടുത്ത പോയിൻ്റ് നെഗറ്റീവ് ഐ ഉണ്ടോ നോക്കാം. നെഗറ്റീവ് ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 എന്നാണ് അതിൻ്റെ മോഡുലസ് വാല്യൂ വരുന്നത്. 2 1നേക്കാളും ബിഗർ ആയതുകൊണ്ട് നെഗറ്റീവ് ഐ എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ ഔട്ട് സൈഡിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിലെ പ്ലസ് ഓർ മൈനസ് ഐയിലെ പോസിറ്റീവായി മാത്രമേ നമ്മുടെ ഈ കോണ്ടൂറിൻ്റെ ഉള്ളിൽ വരുന്നുള്ളൂ. നെഗറ്റീവായി ഇതിൻ്റെ പുറത്താണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്യാം. z² - 1 / z² + 1 z² - 1 / z + i × z - i എന്ന് എഴുതി. അതിലെ ഡിനോമിനേറ്ററായിട്ട് ആരെ നിർത്തിയാൽ മതിയാകും? z - i നിർത്തിയാൽ മതി. കാരണം ഇവിടെ നെഗറ്റീവ് ഐ എന്ന് പറയുന്നത് കോണ്ടൂറിൻ്റെ വെളിയിലാണുള്ളത്. അപ്പോൾ ഈ z + i എന്ന് പറയുന്നത് z² - 1ൻ്റെ പാർട്ടായിട്ട് അതിൻ്റെ കൂടെ നിർത്തി അതിനെ ന്യൂമറേറ്റർ ഫംഗ്ഷനായിട്ട് മാറ്റി എഴുതാം. ഓക്കെ, അപ്പോൾ ഈ എൻറ്റയർ റേഷ്യോയെ നമുക്ക് ഇങ്ങനെ ഒരു റേഷ്യോ ആയിട്ട് റീറൈറ്റ് ചെയ്യാം. z² - 1 / z + i ഹോൾ ഡിവൈഡഡ് ബൈ z - i. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ കോഷ്യസ് ഇൻ്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്യാൻ ഉള്ള പാകത്തിലുള്ള ഒരു ഇൻ്റഗ്രൻ്റ് ഫംഗ്ഷനായി. ന്യൂമറേറ്ററിൽ f ഓഫ് z എന്ന് പറയുന്നത് ഇപ്പോൾ z² - 1 / z + i ആണ്. അത് നമ്മുടെ ഈ കോണ്ടൂറിലും കോണ്ടൂറിൻ്റെ ഉൾവശത്തും അനാലിറ്റിക്കാണ്. ഡിനോമിനേറ്റർ z - z0 എന്നുള്ള ഫോമിൽ ആണ്. ഇവിടെ z0 i ആണ്. ആ i എന്ന് പറയുന്നത് കോണ്ടൂറിൻ്റെ ഉൾവശത്തുള്ള പോയിൻ്റാണ്. സോ വി ക്യാൻ അപ്ലൈ ദി കോഷ്യസ് ഇൻ്റഗ്രൽ ഫോർമുല. So by Cauchy's integral formula, value of this contour integral will be equal to 2 pi I times value of the numerator function. What is the numerator here? z² - 1 / z + i. Value of this function evaluated at the point z equal to i. അപ്പോൾ ഐക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ we will get the final value as -2 pi. ഓക്കെ, ഇനി നമുക്കതിൻ്റെ വാല്യൂ കോണ്ടൂർ ഇൻ്റഗ്രൽ തേർഡ് കോണ്ടൂർ നോക്കാം. തേർഡ് കോണ്ടൂർ ഈസ് സി മോഡ് z equal to 2. അഗെയിൻ സർക്കിൾ സെൻറ്റേഡ് അറ്റ് 0, റേഡിയസ് 2. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സർക്കിളിൻ്റെ ഉള്ളിൽ ഐയും നെഗറ്റീവ് ഐയും വരുന്നുണ്ടോ നോക്കാം. ഐൻ്റെയും നെഗറ്റീവ് ഐയുടെയും മോഡുലസ് വാല്യൂ നോക്കൂ, 1 അല്ലേ. 1 എന്ന് പറയുന്നത് 2നേക്കാളും ചെറുതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ടുപേരും എവിടെ വരുന്നുണ്ട്? ഈ സർക്കിളിൻ്റെ ഉൾവശത്താണ് വരുന്നത്, അഥവാ ഈ കോണ്ടൂറിൻ്റെ ഉൾവശത്താണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഒരാളെ മുകളിലേക്ക് കയറ്റിക്കൊണ്ടുള്ള ആ ഒരു ടെക്നിക്ക് ഇവിടെ നടക്കില്ല. കാരണം രണ്ടുപേരും ഐയും നെഗറ്റീവ് ഐയും സിയുടെ ഉള്ളിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാം. 1 / z - i × z + i × z - i നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ അഥവാ രണ്ട് ഫ്രാക്ഷൻസിൻ്റെ സമ്മായിട്ട് നമുക്ക് ഇതിനെ എഴുതാമല്ലോ. ഡിനോമിനേറ്ററിലുള്ള ഓരോ ലീനിയർ ഫാക്ടേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഫ്രാക്ഷൻ. z + i ഡിനോമിനേറ്ററായിട്ട് വരുന്ന ഒരു ഫ്രാക്ഷൻ, z - i ഡിനോമിനേറ്ററായിട്ട് വരുന്ന മറ്റൊരു ഫ്രാക്ഷൻ. അപ്പോൾ അത് a/z + i + b/z - i എന്ന് എഴുതി എയും ബിയും കണ്ടുപിടിക്കുന്ന ആ ടെക്നിക്ക് അത് +2 ലെവലിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമുക്കതിൻ്റെ കോഎഫിഷ്യൻസ് ഇവിടെ കണ്ടുപിടിച്ച് പേസ്റ്റ് ചെയ്താൽ മതിയാകും. ഇവിടെ ഈ ലീനിയർ ഫാക്ടേഴ്സ് ഡിഫറൻ്റ് ആയതുകൊണ്ട്, ഡിസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാത്ത ലീനിയർ ഫാക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ കോഎഫിഷ്യൻസ് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം. അപ്പോൾ z + iക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഎഫിഷ്യൻറ്റിനെ ഞാൻ എ എന്ന് വിളിച്ചു. രണ്ടാമത്തേത് b/z - i. ഓക്കെ, അപ്പോൾ z + iക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷനാണ് a/z + i. അപ്പോൾ ആ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻ്റാണ് എ. z - i എന്ന് പറയുന്ന ലീനിയർ ഫാക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ട് b/z - i. ഇനി എ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. എയുടെ ഡിനോമിനേറ്റർ, ആ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ z + i ആണ്. അത് 0 വരുന്ന പോയിൻ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി 1/z² + 1-ൽ. അത് 0 വരുന്ന പോയിൻ്റ് ഏതാ? നെഗറ്റീവ് ഐ ആണ്. അപ്പോൾ നെഗറ്റീവ് ഐ എന്ന് പറയുന്നത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/z + i × z - iൽ z + i ക്യാൻസൽ ചെയ്തുകൊണ്ട്, അപ്പോൾ 1/z - i, അതായത് ഈ ഫംഗ്ഷൻ 1/z + i × z - iൽ ഈ z + i മാറ്റി നിർത്തിയിട്ടുള്ള ബാക്കി വരുന്ന ആ എക്സ്പ്രഷനിൽ z equal to -i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതാണ് 1/-2i എന്ന് കിട്ടുന്നത്. ഇവിടെ എയുടെ വാല്യൂ 1/-2i എന്ന് കിട്ടും. അതുപോലെ ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ഡിനോമിനേറ്റർ 0 വരുന്ന പോയിൻ്റ് ഐ ആണ്. ആ ഐ എന്നുള്ളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏത് മാറ്റണം? z - i എന്നുള്ള ഈ ഫാക്ടർ മാറ്റിയിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ 1/z + iൽ z i എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/2i. So that is the coefficient for the second fraction.
ഇനി നോക്കൂ, ഇവിടെ നമുക്ക് ഇൻ്റഗ്രേഷൻ കോണ്ടൂർ ഇൻ്റഗ്രൽ ഓഫ് ദിസ് വിൽ ബി ഈക്വൽ ടു സെഡ് സ്ക്വയർ മൈനസ് 1 ബൈ സെഡ് സ്ക്വയർ പ്ലസ് 1 വിൽ ബി ഈക്വൽ ടു ഇവിടെ 1 ബൈ സെഡ് സ്ക്വയർ പ്ലസ് 1 പാർഷ്യൽ ഫ്രാക്ഷൻ കിട്ടിയത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് ഇതിനെ രണ്ട് കോണ്ടൂർ ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ആദ്യത്തെ കോണ്ടൂർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് നോക്കൂ, ഇവിടെ നമുക്ക് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്യാം. ന്യൂമറേറ്റർ ഫംഗ്ഷൻ സെഡ് സ്ക്വയർ മൈനസ് 1 അനാലിറ്റിക് ആണ്, സിയിലും സിയുടെ ഉൾവശത്തും. ഡിനോമിനേറ്റർ ഈസ് ഓഫ് ദി ഫോം സെഡ് മൈനസ് സെഡ് നോട്ട് വിത്ത് സെഡ് നോട്ട് ഈക്വൽ ടു നെഗറ്റീവായി. അപ്പോൾ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല അനുസരിച്ച് ഈ കോണ്ടൂർ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 2πi ഇൻറ്റു വാല്യൂ ഓഫ് ദ ന്യൂമറേറ്റർ ഫംഗ്ഷൻ ഇവാലുവേറ്റഡ് അറ്റ് z ഈക്വൽ ടു നെഗറ്റീവായി. ഓക്കെ, സിമിലർലി ദ സെക്കൻഡ് കോണ്ടൂർ ഇൻ്റഗ്രൽ വിൽ ബി ഈക്വൽ ടു 2πi ഇൻറ്റു വാല്യൂ ഓഫ് ദ ന്യൂമറേറ്റർ ഫംഗ്ഷൻ ഇവാലുവേറ്റഡ് അറ്റ് ദ പോയിൻറ്റ് z ഈക്വൽ ടു y. അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഫൈനലി വി വിൽ ഗെറ്റ് ദ വാല്യൂ 0. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം കൂടെ നോക്കാം. കോണ്ടൂർ ഇൻ്റഗ്രൽ ഓഫ് സെഡ് സ്ക്വയർ മൈനസ് 1/3 ബൈ സെഡ് ക്യൂബ് മൈനസ് സെഡ് ഡി സെഡ്. ഇവിടെ നോക്കൂ, ഇവിടെയും ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ലീനിയർ ഫാക്ടർ അല്ല. അപ്പോൾ നമുക്കിതിനെ ഫാക്ടറൈസ് ചെയ്യണം. സെഡ് സ്ക്വയർ മൈനസ് 1/3 ബൈ സെഡ് ക്യൂബ് മൈനസ് സെഡ്, ഇവിടെ അനലിറ്റിക് അല്ലാത്ത പോയിൻ്റ് എന്ന് പറയുന്നത് സെഡ് ക്യൂബ് മൈനസ് സെഡ് 0 വരുന്ന പോയിൻ്റാണ്. സെഡ് ക്യൂബ് മൈനസ് സെഡ് 0 വരിക എന്ന് പറയുമ്പോൾ സെഡ് ക്യൂബ് മൈനസ് സെഡിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം സെഡ് ഇൻറ്റു സെഡ് സ്ക്വയർ മൈനസ് 1. അപ്പോൾ ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്തുകൊണ്ട് എങ്ങനെ എഴുതാം? സെഡ് ഇൻറ്റു സെഡ് പ്ലസ് 1 ഇൻറ്റു സെഡ് മൈനസ് 1 എന്ന് എഴുതാം. ദറ്റ് ഈസ് ഈക്വൽ ടു 0 മീൻസ് സെഡ് ഈക്വൽ ടു 0, സെഡ് ഈക്വൽ ടു മൈനസ് 1, സെഡ് ഈക്വൽ ടു 1 അല്ലേ. ആക്ച്വലി ഈ റേഷ്യോനെ നമുക്ക് ഇങ്ങനെ എഴുതാം: സെഡ് സ്ക്വയർ മൈനസ് 1/3 ഡിവൈഡഡ് ബൈ സെഡ് ഇൻറ്റു സെഡ് പ്ലസ് 1 ഇൻറ്റു സെഡ് മൈനസ് 1. അപ്പോൾ ഡിനോമിനേറ്റർ 0 വരുന്ന പോയിൻ്റുകൾ എന്ന് പറയുന്നത് 0, -1, +1. ഈ 3 പോയിൻ്റുകളിൽ ഈ റേഷ്യോ ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാതെയാകും. അപ്പോൾ അതിലെ ഏതൊക്കെ പോയിൻ്റുകളാണ് നമ്മുടെ ഇവിടുത്തെ കോണ്ടൂറിലുള്ളത് എന്ന് നോക്കണം. ഇവിടുത്തെ കോണ്ടൂർ ആരാണ്? അഗെയിൻ സർക്കിൾ, മോഡ് z മൈനസ് 1/2 ഈക്വൽ ടു 1. സോ സെൻറ്റർ ഈസ് 1/2, ദ റിയൽ നമ്പർ 1/2, ഓർ ദ കോംപ്ലക്സ് നമ്പർ ആയിട്ട് പറയുമ്പോൾ 1/2, 0 അല്ലേ. ഇമാജിനറി പാർട്ട് 0 ആയിട്ടുള്ള കോംപ്ലക്സ് നമ്പർ. റേഡിയസ് 1. ഓക്കെ, ഈ സർക്കിളാണ് കോണ്ടൂർ. അഗെയിൻ ഇറ്റ്സ് എ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ. അപ്പോൾ ഈ ക്ലോസ്ഡ് കോണ്ടൂറിനകത്ത്, ഈ സർക്കിളിനകത്ത് നമ്മുടെ ഇവിടെയുള്ള അനലിറ്റിസിറ്റി ബ്രേക്കപ്പ് ആവുന്ന ഈ 3 പോയിന്റുകളിൽ ആരൊക്കെയാണ് ഈ കോണ്ടൂറിനകത്ത് വരുന്നത് എന്ന് നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. ആദ്യം 0 കൊടുത്തു നോക്കാം. 0 ഇവിടെ കൊടുക്കുമ്പോൾ 0 മൈനസ് 1/2ൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് 1/2, 1നേക്കാളും ചെറുതാണ്, റേഡിയസിനേക്കാളും ചെറുതായതുകൊണ്ട് നമുക്ക് പറയാം z ഈക്വൽ ടു 0 ലൈസ് ഇൻസൈഡ് ഓഫ് ദ സർക്കിൾ മോഡ് z മൈനസ് 1/2 ഈക്വൽ ടു 1. ഓക്കെ, നെക്സ്റ്റ് z ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും 1/2 തന്നെയാണ് വരുന്നത്. അഗെയിൻ ലെസ് ദാൻ 1, സോ z ഈക്വൽ ടു 1 ലൈസ് ഇൻസൈഡ് ഓഫ് c മോഡ് z മൈനസ് 1/2 ഈക്വൽ ടു 1. -1 കൊടുക്കുമ്പോൾ പക്ഷേ മോഡുലസ് 3/2 ആണ്, വിച്ച് ഇസ് ബിഗർ ദാൻ 1, മീൻസ് z ഈക്വൽ ടു -1 ലൈസ് ഔട്ട്സൈഡ് ഓഫ് c മോഡ് z മൈനസ് 1/2 ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ ഈ രണ്ട് പോയിന്റുകൾ z-ഉം z ഈക്വൽ ടു 0യും z ഈക്വൽ ടു -1 ആണ് നമ്മുടെ ഈ കോണ്ടൂറിൻ്റെ ഉള്ളിൽ വരുന്നത് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ചെയ്യാൻ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് നോക്കാം. സെഡ് സ്ക്വയർ മൈനസ് 1/3 ബൈ സെഡ് ക്യൂബ് മൈനസ് സെഡിനെ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാം. ഡിനോമിനേറ്ററിലെ ഓരോ ലീനിയർ ഫാക്ടറിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഫ്രാക്ഷൻ ഉണ്ടാവും അല്ലേ. സെഡിന് കറസ്പോണ്ടിങ് ആയിട്ട് a ബൈ സെഡ് എന്നുള്ള രൂപത്തിലൊരു ഫ്രാക്ഷൻ, സെഡ് പ്ലസ് 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷനാണ് b ബൈ സെഡ് പ്ലസ് 1, സെഡ് മൈനസ് 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷനാണ് c ബൈ സെഡ് മൈനസ് 1. ഇനി കോഎഫിഷ്യൻസ് എയും ബിയും സിയും കണ്ടുപിടിക്കാം. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ ഡിനോമിനേറ്റർ എല്ലാം ഫാക്ടേഴ്സ് എല്ലാം നോൺ റിപ്പീറ്റഡ് ഫാക്ടേഴ്സ് ആണ്, ലീനിയർ ഫാക്ടേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ വാല്യൂസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ നമുക്ക് കാണാം. വാല്യൂസ് കാണാൻ a എന്ന് പറയുന്നത് 1/z, ഡിനോമിനേറ്റർ z ആയിട്ടുള്ള ഫ്രാക്ഷൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. അത് കണ്ടുപിടിക്കാൻ അതിൻ്റെ ഡിനോമിനേറ്റർ 0 ആക്കുന്ന z-ൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ഈ ഡിനോമിനേറ്റർ ഫാക്ടർ കളഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ z ഇവിടെ നിന്ന് കളയാം. അപ്പോൾ സെഡ് സ്ക്വയർ മൈനസ് 1/3 ബൈ സെഡ് പ്ലസ് 1 ഇൻറ്റു സെഡ് മൈനസ് 1ൽ z ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കും ഇവിടെയുള്ള a എന്ന് പറയുന്ന ആ കോഎഫിഷ്യൻ്റ് വാല്യൂ. അതുപോലെ b കിട്ടാൻ അതിൻ്റെ ഡിനോമിനേറ്റർ z പ്ലസ് 1 ആണ്. അപ്പോൾ z പ്ലസ് 1 ഉള്ള ഫാക്ടർ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുക. അപ്പോൾ സെഡ് സ്ക്വയർ മൈനസ് 1/3 ബൈ സെഡ് ഇൻറ്റു സെഡ് മൈനസ് 1, അതിൽ ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഈ z പ്ലസ് 1 0 വരുന്ന വാല്യൂ, അതായത് -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിയുടെ വാല്യൂ കിട്ടും. സിമിലർലി ടു ഗെറ്റ് ദ വാല്യൂ ഓഫ് c, സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ z ഈക്വൽ ടു 1. കാരണം ആ z ഈക്വൽ ടു 1ലാണ് ഇവിടെ ഡിനോമിനേറ്റർ 0 വരുന്നത്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. z മൈനസ് 1 എന്ന് പറയുന്നത് റിമൂവ് ചെയ്തുകൊണ്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സിയുടെ വാല്യൂയും കിട്ടും 1/3. അപ്പോൾ ഇവിടെ എയും ബിയും സിയും 1/3 എന്നാണ് കിട്ടുന്നത്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആ പാർഷ്യൽ ഫ്രാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാം.
So z square minus 1 by 3 by z cube minus z is 1 by 3 into 1 by z plus 1 by 3 into 1 by z plus 1 plus 1 by 3 into 1 by z minus 1. അപ്പോൾ ഇതിൻ്റെ കോണ്ടൂർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ കാണുന്ന എക്സ്പ്രഷൻ്റെ കോണ്ടൂർ ഇൻ്റഗ്രലാണ്. അപ്പോൾ 3 കോണ്ടൂർ ഇൻ്റഗ്രലുകളുടെ സമ്മായിട്ട് നമുക്കിതിനെ മാറ്റി എഴുതാം. സോ 1 by 3 ഇൻറ്റു contour integral of 1 by z plus 1 by 3 into contour integral of 1 by z plus 1 1 by 3 into contour integral of 1 by z minus 1. അപ്പോൾ നമുക്ക് ഇതെല്ലാം നമ്മുടെ കോഷ്യസ് ഇൻ്റഗ്രൽ ഫോർമുല അല്ലെങ്കിൽ കോഷ്യസ് തിയറം ഉപയോഗിച്ചുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യാം. ആദ്യം നോക്കൂ, ഇൻ്റഗ്രൽ 1 by z dz. ഈ 1 by z dz എന്ന് പറയുന്നതിൽ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിന് കുഴപ്പമില്ല. 1 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എല്ലായിടത്തും അനലിറ്റിക് ആണ്. സോ വിത്തിൻ ആൻഡ് ഓൺ സി ന്യൂമറേറ്റർ ഫംഗ്ഷൻ ഈസ് അനലിറ്റിക്. ഇനി ഡിനോമിനേറ്ററിലെ 0 ആക്കുന്ന പോയിൻറ്റ് z മൈനസ് z നോട്ടിലെ z നോട്ട് അതിവിടെ 0 ആണ്. ആ 0 സിക്ക് അകത്തുണ്ടെന്നാണ് നമ്മൾ നേരത്തെ ഒബ്സർവ് ചെയ്തത്. അങ്ങനെ ആകുമ്പോൾ കോഷ്യസ് ഇൻ്റഗ്രൽ ഫോർമുല അനുസരിച്ച് ഇതിൻ്റെ വാല്യൂ എന്താണ്? 2πi ഇൻറ്റു വാല്യൂ ഓഫ് ദ ന്യൂമറേറ്റർ ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പോയിൻറ്റ് z നോട്ട്. പക്ഷേ ന്യൂമറേറ്റർ ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ വാല്യൂ ആ കോൺസ്റ്റൻറ്റ് വാല്യൂ തന്നെയാണ്. സോ 2πi ഇൻറ്റു 1, സോ ദ വാല്യൂ ഇസ് 2πi. ഇനി രണ്ടാമത്തേത് 1 by z പ്ലസ് 1 ആണ് അല്ലേ. അവിടെ ഡിനോമിനേറ്റർ z മൈനസ് z നോട്ടിലെ ഈ z നോട്ട് പക്ഷേ സിയുടെ വെളിയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 1 by z പ്ലസ് 1 എന്ന് പറയുന്ന റേഷ്യോ ഫംഗ്ഷൻ അനലിറ്റിക് ആണ് വിത്തിൻ ആൻഡ് ഓൺ സി. സോ ബൈ കോഷി ഗുർസ തിയറം 1 by z പ്ലസ് 1 ഡി സെഡിൻ്റെ കോണ്ടൂർ ഇൻ്റഗ്രൽ വാല്യൂ വിൽ ബി ഈക്വൽ ടു 0. ഈ സെക്കൻഡ് കോണ്ടൂർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. തേർഡ് വൺ നോക്കൂ, തേർഡ് 1 by z മൈനസ് 1 ആണ് അല്ലേ. 1 by z മൈനസ് 1 ഇവിടെ z നോട്ട് സിയുടെ ഉള്ളിലുള്ള പോയിൻ്റാണ്. അപ്പോൾ ഇവിടെ കോഷ്യസ് ഇൻ്റഗ്രൽ ഫോർമുല അവിടെയും അപ്ലൈ ചെയ്യാം. 2πi ഇൻറ്റു ന്യൂമറേറ്ററിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ അത് 1 അതിന് വേണ്ടും. സോ 2πi. അപ്പോൾ ഇതിലെ ഈ കിട്ടിയിരിക്കുന്ന വാല്യൂസ് എല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് ദ ഫൈനൽ വാല്യൂ ആസ് 1 by 3 into 2πi plus 1 by 3 into 2πi, that is 2πi plus 2πi 4πi by 3. So this is the final value of the contour integral. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കോഷ്യസ് ഇൻ്റഗ്രൽ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോണ്ടൂർ ഇൻ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചില സിറ്റുവേഷനിൽ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യേണ്ടി വരും. ചില സിറ്റുവേഷൻ പാർഷ്യൽ ഫ്രാക്ഷൻ ഇല്ലാതെ തന്നെ നമുക്കതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഹിയർ യു ഹാവ് സം പ്രോബ്ലംസ് ഫോർ പ്രാക്ടീസ്. ഡു ഓൾ ദീസ് പ്രോബ്ലംസ്. ഓക്കെ, ഇവിടെ 6 പ്രോബ്ലം കോണ്ടൂർ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. എല്ലായിലെയും കോണ്ടൂർ എന്ന് പറയുന്നത് ഇവിടെ സർക്കിൾസ് ആണ് എല്ലാ കോണ്ടൂറുകളും. അതുകൊണ്ട് തന്നെ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറുകളാണ്. നമുക്ക് എൻഷുർ ചെയ്യേണ്ടത് ആ കോണ്ടൂറിനകത്താണോ ഇവിടെ ഈ ഡിനോമിനേറ്റർ 0 ആക്കുന്ന പോയിൻ്റുകൾ ഉള്ളത് എന്നുള്ളതാണ്. അതല്ല, ഇപ്പോൾ ഈ കോണ്ടൂറിൻ്റെ പുറത്താണെങ്കിൽ കോഷ്യസ് തിയറം അനുസരിച്ചുകൊണ്ട് ഈ കോണ്ടൂർ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 0 വരും. അപ്പോൾ ഈ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക, കിട്ടുന്നില്ലെങ്കിൽ പറയാം. ഓക്കെ, താങ്ക് യു.